തിരൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാതയിലെ കരാറെടുത്തുള്ള ക്രമക്കേടുകൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. 800 ചില്ലാൻ കോടി അദാനി ഗ്രൂപ്പ് നോക്കുകൂലി വാങ്ങിയ ഒരു റീച്ചാണ് റീച്ച്. അവിടെയാണ് ഒന്ന് പണി പൂർത്തീകരിച്ചിട്ടില്ല, സർവീസ് റോഡ് പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീഴിക്കുന്നത്. ഇന്ന് ഈ സ്കൂളില്ലാത്ത അവസരമുണ്ടാകും. ഇത് തൊട്ടടുത്ത സ്കൂളാണ്. വിദ്യാർത്ഥികൾ നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്ന സ്ഥലമാണിത്. കുട്ടികളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വലിയൊരു ദുരന്തം കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇതിപ്പോൾ തന്നെ ഈ മതിൽ മുഴുവൻ വലിയ ദുരന്ത ഭീഷണിയാണ്. അടിയന്തരമായി കലക്ടർ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തി നിർത്തിവെപ്പിക്കണം. ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തില്ലാതെ അവരുടെ നിരീക്ഷണത്തിലല്ലാതെ പ്രവൃത്തി ഒരു അടി തുടരാൻ സാധിക്കില്ല. ഇതിൻ്റെ ഈ ദുരന്ത ഭീഷണിയിൽ നിന്നും രക്ഷിക്കാനുള്ള നടപടികളും ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടക്കണം. ഈ വിഷയം ഷാഫി പറമ്പിൽ MP കഴിഞ്ഞ പാർലമെന്റ് സന്ദർശനത്തിൽ നിതിൻ ഗഡ്കരി കണ്ട് നേരിട്ടും പാർലമെന്റ് ഉന്നയിച്ചാണ്. ഈ തിരുവങ്ങൂരിലെ പർട്ടിക്കുലർ വിഷയം MP പറഞ്ഞതാണ്. എന്നിട്ട് പോലും നടപടിയെടുക്കാൻ കേന്ദ്രമന്ത്രിയോ സർക്കാരോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഇടപെടണം. കലക്ടർ സ്ഥലം സന്ദർശിക്കണം. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള നടപടി അവിടെ ഭാഗത്തുണ്ടാവും. ഞാൻ പറയട്ടെ, അതായത് ഈ ദേശീയപാത നിർമ്മാണം തന്നെ സത്യം പറഞ്ഞാൽ ദുരന്തങ്ങളുടെ കഥമയെ മാറിയിരിക്കും കേരളത്തിൽ. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം നമ്മൾ മലപ്പുറത്ത് കണ്ടു. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അൻവർക്ക് ഞാനും പിന്നെ ഇസ്മായിൽ സാഹിബും കൂടി ഒരു പരിപാടിയിൽ പോകാൻ പോകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഞങ്ങളെല്ലാം മാറ്റിച്ചൂടെ വരാനുള്ള കാരണം ഇതൊരു നാടിൻ്റെ ദുരന്തമായി മാറിയിരിക്കുന്നു. ഇതിന് അടിയന്തരമായ പരിഹാരം കാണണം. ഞാൻ ഒട്ടും വൈകാതെ ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ച് വിദഗ്ധരില്ലാതെ ഉള്ള നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കണം. ഇനിയുള്ള ദുരന്ത ഭീഷണിയിൽ നിന്നും പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കണം. മലപ്പുറത്ത് ഒരു ദുരന്തം ഉണ്ടായി, അത് കോഴിക്കോട് അവസാനിക്കുന്നില്ലല്ലോ. അല്ല, അത് ഇപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതൊരു ദുരന്ത പാതയാവുകയാണ്. സത്യത്തിൽ ഇതിനെന്ത് പരിഹാരം ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ ഇൻഷുറൻസ് ഇവിടെ ഏർപ്പെടുത്തേണ്ടി വരും. അതായത് നാഷണൽ ഹൈവേൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നവർ കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ആവിഷ്കരിക്കാതെ വലിയ ദുരന്തം ഇതൊക്കെ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടും. ഈ വാഹനങ്ങൾ കടന്നു പോകണം. സ്കൂൾ മാത്രമല്ല, ജനങ്ങളും കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുൻകരുതലുകളോ മുൻ കണക്കുകൂട്ടലുകളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് 2026 നടക്കുന്നതിന് മുമ്പ് ഇത് പൂർത്തീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം, ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് എന്ത് തരികിട തട്ടിപ്പ് പരിപാടി നടത്തിയാലും കോൺട്രാക്ടർമാർക്ക് അത് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നാഷണൽ അതോറിറ്റി, ഹൈവേ അതോറിറ്റി ഇവിടെ മാറി. ഈ ദുരന്തങ്ങൾ ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള അന്വേഷണം വന്ന് നോക്കിയിട്ടുള്ള സൂപ്പർവിഷനുകൾ നടത്തണം എന്ന് പറയുമ്പോഴും ഇതിന് മുമ്പും പല ഘട്ടങ്ങളിലും കലക്ടർ നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളതിൽ ഇടപെടുന്നുണ്ട്, പരിഹരിക്കുമെന്നൊക്കെ പറഞ്ഞു പോകുക എന്നല്ലാതെ ഇതൊരു നാഥനില്ല കളരിയാണ് നാഷണൽ ഹൈവേ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല. മുമ്പ് ഇത് ഞങ്ങളുടേതാണ് ഹൈവേ എന്ന് പറഞ്ഞു പോവുകയും പല സ്ഥലങ്ങളിലും ഹൈവേ ഇടിഞ്ഞ് വീണ് തകർന്ന് തരിപ്പണായപ്പോൾ മെല്ലെ അതിൽ നിന്ന് സ്റ്റേറ്റ് PWD തടിയുരുകയും ചെയ്തു. എന്തായിരുന്നാലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം, ഹൈവേയുടെ യാത്ര ചെയ്യാനും അതിൽ നടന്നു പോകാനും ഒന്നും ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാകുക തന്നെ വേണം. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പുതരുന്നത്. അദ്ദേഹം ഇത് ഇപ്പോൾ കലക്ടറെ വിളിക്കാൻ ശ്രമിച്ച പോലെ തന്നെ അതിൽ കിട്ടിയിട്ടില്ല. ഞാൻ വിളിച്ച് കലക്ടർ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ 2 പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തുഷാരഗിരിയെയും കാപ്പാടിനെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാത കടന്നു പോകുന്നത് ഈ തിരുവങ്ങൂരിലൂടെയാണ്. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഒരു മേഖലയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സ്കൂൾ അവധിയായതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും കുട്ടികളും ജനങ്ങളും യാത്രക്കാരും രക്ഷപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്കൂളാണ്. ഈ സാമൂഹ്യ എത്ര ആയിട്ടുള്ള ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമ്മ രക്ഷപ്പെട്ടു. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേലെ കയറ്റി ഓരോന്നിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അത് പൊട്ടി താഴെ നേരെ താഴോട്ട് ഈ ടയർ പൊട്ടി എന്താ സ്ഥിതി? ഇത് ആദ്യത്തൊന്നല്ലാന്ന്, ഇതുപോലത്തെ എത്ര അനുഭവങ്ങൾ ഇതിങ്ങനെ പറയാ. ഒരു വീണ്ടും ഇതേ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇതിന് മുമ്പ് ഇത് മഴക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഇല്ല, അതേപോലെ വെള്ളം പുറത്തേക്ക് ചാടും. എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും? ഒരു പരിഹാരമില്ല. ഈ സ്ലാബില്ല, സൈഡിലെ സ്ലാബ് അത് കംപ്ലീറ്റ് ആകുന്നു.
കമ്പില്ല കോൺക്രീറ്റ് ആണ് അല്ലേ? അതെ, എങ്ങനെയാണ് ഈ പോക്ക്? അവിടെ നിൽക്കണ്ട വീഴുന്ന് പറഞ്ഞേ. എന്താ പറഞ്ഞാല് ഇല്ലേ മൊത്തം റോഡ് അത് പറഞ്ഞു നമ്മള് ഷാഫിനോട് പറഞ്ഞിട്ടുണ്ടായി ഷാഫി അവിടെ കൊടുത്തിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ബ്രിഡ്ജ് കുറച്ചും കൂടി നീട്ടിയാൽ മാത്രമേ ഉള്ളൂ. കുറച്ച് പില്ലർ ഇടുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ട് ഭാഗത്തും പേ ആയി. പക്ഷെ ഒരു പഠനവും ഇല്ല. ഈ പണി നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞു നമ്മൾ കാണാൻ പോയി പ്രശ്നം ഇതിലൂടെ എത്ര കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്കൂളാണ്. ഈ സാമൂഹ്യ എത്ര ആയിട്ടുള്ള കൊണ്ട് ശരിക്കും